നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഡലിംഗ് കെണിയിൽപ്പെടുത്തി കേരളത്തിൽ നിന്നും യുവതികളെ ദുബായിലേക്ക് കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് ഇവർ നടത്തിയ ചാറ്റുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ലൈംഗിക വൃത്തിക്കായി പെൺകുട്ടികളെ വിൽപ്പന നടത്തുകയായിരുന്നു. ഈ സംഭവത്തിൽ നടക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയാണ് സിന്ധു എന്ന സ്റ്റോയിസി. 56 വയസ്സുകാരിയാണ്. ഇവർ യുവതികളുടെ ചിത്രങ്ങൾ പങ്കുവച്ച് വിലപേശൽ നടത്തുന്നതിൻ്റെ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മുംബൈയിലാണ് ഈ സ്ത്രീ അറസ്റ്റിലായത്. ഇവരെ കൊച്ചിയിലെത്തിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സിന്ധു ആണ് കേസിലെ മുഖ്യ കണ്ണി. അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ ക്രിമിനൽ സംഘങ്ങളുമായും സിന്ധുവിന് ബന്ധമുണ്ട്. ഇതും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിലെ 3-4 പ്രതികളാണ് മഞ്ജിമ പി, അലീന എബ്രഹാം എന്നിവർ. ഇവരെ നേരത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ദുബായിലുള്ള 2-5 പ്രതികളായ സ്ത്രീകളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുകയാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആദ്യമാണ് തൻ്റെ മകളുടെ പേരിലുള്ള ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സിന്ധു പരാതിക്കാരിയായ യുവതിയെ ദുബായിലേക്ക് കടത്തിയത്. ജോലി നൽകുന്നതിനായി 4 ലക്ഷം രൂപയും കൈപ്പറ്റി. ദുബായിലെത്തിയ യുവതിയെ സിന്ധു റോളർ സ്ട്രീറ്റിലുള്ള ബർ ദുബായ് എന്ന സ്ഥലത്തെ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യുവതിയെ ഇവിടെ തടങ്കലിൽ പാർപ്പിച്ചു. അതിനുശേഷമാണ് കോളയിൽ വെളുത്ത പൊടി കലർത്തി നൽകിയത്. ശേഷം മയക്കുന്നു. പുരുഷന്മാർക്ക് ലൈംഗികമായി ഉപയോഗിക്കാനായി വിൽപ്പന നടത്തുന്നു. മാത്രമല്ല ഇതിൻ്റെ ചിത്രങ്ങളും അതുപോലെ വീഡിയോയും പകർത്തുന്നു. ഈ വിവരങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 3-4 പ്രതികളായ മഞ്ജിമയും അലീനയും പണം വാങ്ങുന്നു. ശേഷം പുരുഷന്മാരെ പരാതിക്കാരിയുടെ മുറിയിലേക്ക് കയറ്റിവിട്ടു. തുടർന്ന് കൂട്ടബലാത്സംഗത്തിൻ്റെ ചിത്രങ്ങൾ സിന്ധുവാണ് മൊബൈലിൽ പകർത്തിയത്. പരാതിക്കാരിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും ഇത് അയച്ചു നൽകി. എന്തായാലും നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദുബായിലെത്തിച്ച യുവതികളുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ പങ്കുവച്ച് സിന്ധു വിലപേശുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സിന്ധുവിന്റെ ഫോൺ വിവരങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പരാതിയുമായി വന്ന വ്യക്തിയെ മാത്രമല്ല മറ്റൊരു യുവതിയെ ഈ സംഘം ചതിയിൽപ്പെടുത്തി നിർബന്ധിത ലൈംഗിക പ്രവൃത്തിക്ക് ഇരയാക്കിയെന്ന മൊഴി പുറത്തു വരുന്നുണ്ട്. 2-ാം പ്രതി പരാതിക്കാരിയെ ചൂരൽ പോലുള്ള വടി കൊണ്ട് അടിച്ച് ഉപദ്രവിച്ചുവെന്നും 5-ാം പ്രതി പരാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും പരാതി നൽകിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 3-4 പ്രതികളായ മഞ്ജിമയും അലീനയും സിന്ധുവുമായി വാട്സാപ്പിൽ ബന്ധപ്പെട്ടിരുന്നു. ഇരുവർക്കും UPI വഴി സിന്ധു പണം അയച്ച് നൽകിയിരുന്നതിന്റെ തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല 4-ാം പ്രതിയായ അലീനയുടെ സുഹൃത്തും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഔറംഗസേബ് എന്നയാൾക്ക് 1-ാം പ്രതിയായ സിന്ധു പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായി അന്വേഷണത്തിൽ തെളിവായിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചതിന് ശേഷം ആ പെൺകുട്ടിക്കായി മനുഷ്യന് വേണ്ടിയിട്ട് ഒരു വിലപേശൽ നടത്തുകയാണ്. ആ ചാറ്റ് ഇപ്രകാരമാണ്. അതായത് സിന്ധു ഇടപാടുകാരനുമായി നടത്തുന്ന ചാറ്റിലെ വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് ആവശ്യക്കാരൻ എമൗണ്ട്, ഈ പെൺകുട്ടികളുടെ എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുന്നു. 2 പെൺകുട്ടികളുടെ ഫോട്ടോ അയക്കുന്നുണ്ട്. 2 പേരുടെ എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുന്നു. ഒരാൾക്ക് 6000, ഒരാൾക്ക് 3000 എന്നാണ് സിന്ധു പറയുന്നത്. എന്തായാലും നിർണായകമായ ഒരു ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള മലയാളി വാർത്തയോട് നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. വളരെ ഭയങ്കരമാണ് കേട്ടോ. കൊച്ചി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാത്തരം ലഹരികളുടെയും ഒരു തലസ്ഥാനമാണ്. ഒരു നിഗൂഢതകളുടെ നഗരമായിട്ട് മാറുക. കോസ്മോപൊളിറ്റൻ എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ പറയുന്നു. അറബിക്കടലിൻ്റെ റാണി എന്നൊക്കെ പറയുന്നുണ്ട്. റാണിയല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാണിയൊന്നുമല്ല, ശൂർപ്പണകയോ മറ്റെന്തെങ്കിലുമൊക്കെയാണ്. ഇത് താടകയോ എന്തെങ്കിലുമൊക്കെയാണ് കൊച്ചി എന്ന് പറയുന്നത്. ഭീകരമാണ് അവിടെ. നോക്കൂ, ഒരു പെൺകുട്ടിയെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു പെൺകുട്ടിയിൽ ഒതുങ്ങുന്നതുമല്ല. അവിടെ ഫാഷൻകാർ ഒരുപാടുള്ള നഗരമാണ് കൊച്ചി. എനിക്കടുത്തറിയാവുന്ന നഗരവുമാണ്. ആ ഫാഷൻ ലോകത്തേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞാൽ പരസ്യത്തിലും വീഡിയോയിലായാലും പത്രത്തിലായാലും പരസ്യത്തിലും മോഡലായിട്ട് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഒരു കൂട്ടം പെൺകുട്ടികളുടെ കൂട്ടത്തിലേക്കാണ് പോയത്. നോക്കിയപ്പോൾ തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ. മുംബൈയിലെ റെഡ് സ്ട്രീറ്റുകളിലൊക്കെ ഉള്ളതുപോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഹ്യൂമൻ ട്രാഫിക്കിങ്, അതായത് മനുഷ്യക്കടത്ത് നടത്തി ഫാഷൻ എന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഫാഷൻ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് പെൺകുട്ടികൾ ഇളകിച്ചാടരുത്, ശരിയായിട്ട് പഠിച്ച് മനസ്സിലാക്കിയേ പോകാവുന്നുള്ളതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ?
രണ്ട് തരത്തിൽ ആ സ്റ്റോറി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഞാൻ ഷി വാസ് കിക്ക്ഡ് ആൻഡ് ഷീ ബിക്കെയിം അൺകോൺഷ്യസ്. അവളെ ഒരു തൊലി ഒഴിച്ചു, അതോടുകൂടി അവൾ പിന്നെ ബോധരഹിതയായി എന്ന് പറയുന്നു. മറ്റൊന്ന് പറയുന്നത് അവൾക്ക് ജ്യൂസ് കൊടുത്തു, ജ്യൂസിൽ എന്തോ പൊടി ചേർക്കുന്ന അവൾ തന്നെ കണ്ടു. ഈ പെൺകുട്ടി ബോധമുള്ള സമയത്താണല്ലോ ഇത് കൊടുത്തത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാഷൻ ലോകത്തുള്ള കുട്ടിയാണ്, വിദ്യാഭ്യാസമില്ലാത്ത കുട്ടിയായിരിക്കില്ല, എലീറ്റ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടി ഇതിൽ പൊടി ചേർക്കുമ്പോൾ തന്നെ സംശയിക്കേണ്ടത് എന്ത് പൊടിയാണ് എന്ന് ചോദിക്കേണ്ടത്. പക്ഷെ കഴിയുന്നില്ല, കാരണം അവരെല്ലാം കൂടെ ഒന്നും, ഈ കുട്ടി മാത്രം ഒറ്റപ്പെട്ടുമാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ പൊടി ഇട്ട വെള്ളം ഈ പെൺകുട്ടിക്ക് കൊടുത്തു കുടിക്കാനായിട്ട്. ഇത് കുടിച്ചു കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ ബോധം അങ്ങ് പോയി, ആ ബോധാവസ്ഥ പ്രാപിച്ചു. കുട്ടിയുടെ പ്രശ്നമാണിത്. അതിനെ തുടർന്ന് ഈ ബോധശൂന്യമായ അവസ്ഥയിൽ ഒരുപാട് ആണുങ്ങൾ അവിടെ വരികയും അവരെല്ലാം ഈ സ്ത്രീയുമായിട്ട് അട്രോഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ലൈംഗികമായിട്ട് ഈ സ്ത്രീയെ, ബോധരഹിതയായ സ്ത്രീയെ ചൂഷണം ചെയ്യുകയും ചെയ്തു. വൻചതി. അതിനപ്പുറമുള്ള മറ്റൊരു ചതിയും കൂടെ നടന്നു. ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫോട്ടോകൾ, വീഡിയോകളും എടുത്ത് ഇവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇത് പോരാഞ്ഞിട്ട് അതും കൂടെ ചെയ്തു. ആ വീട്ടുകാരാകെ പരിഭ്രാന്തരായി. അങ്ങനെ ഉള്ള അതിനെ തുടർന്നാണ് കേസായി ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. ചോദ്യം ചെയ്യലിൽ 4 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഈ സംഭവം മാത്രമല്ല, ഇതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നത് ദുബൈയാണ്. മറ്റ് അവിടെയുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയാലും, ഒമാൻ ആയാലും, ബഹ്റൈൻ ആയാലും, സൗദി അറേബ്യ ആയാലും വളരെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വധശിക്ഷ വരെ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ദുബായ് പക്ഷേ ഒരു ടൂറിസം സെൻ്ററാണ്. അത് എണ്ണ കൊണ്ട് ജീവിക്കുന്ന രാജ്യമല്ല, ടൂറിസം കൊണ്ട്. അതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ, മദ്യപിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും ആ സ്വാതന്ത്ര്യമല്ല. മദ്യം ഹറാമാണ്, വർജിതമാണ്, അവിടെ ഉപയോഗിക്കാൻ പാടില്ല, പിടിക്കും, റെസ്ട്രിക്ഷനുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. പക്ഷേ ദുബായ് ടൂറിസ്റ്റുകളുടെ നഗരമായതുകൊണ്ട് കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ആ രാജ്യം അങ്ങനെയാണ് വലിയൊരു ധന രാഷ്ട്രമായിട്ട് മാറിയത്, അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രമായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ദുബൈയിലേക്ക് കൊണ്ടുപോവുക, കള്ളക്കടത്ത് നടക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് സമ്പന്നന്മാരാണ്. അപ്പോൾ സമ്പന്നന്മാർക്ക് ഇങ്ങനെ പെൺകുട്ടികളെ നിങ്ങളെ ഫാഷൻ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന തട്ടിപ്പു സംഘങ്ങൾ അത് ധാരാളമായിട്ടുണ്ട്.